മാറുന്ന ലോകത്ത് മാറാതെ നിൽക്കുന്നത് ചില ഭാഗങ്ങൾ മാത്രം. മനുഷ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഭൂമിയെ അനേകം രീതിയിൽ നാം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സുന്ദര തീരങ്ങളും ആ മാറ്റത്തിൻ്റെ ഭാഗമായി. 70% നിലനിന്നിരുന്ന കടൽ സമ്പത്ത് ഇന്ന് 40% ചുരുങ്ങിയിരിക്കുന്നു എന്നത് ഈ മാറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇത് തിരയുടെ കഥ. തിരയും തീരവും കണ്ണീരോടെ ഒരുമിച്ച് പറഞ്ഞ കഥ. വികസനമാണ് നിലനിൽപ്പിനേക്കാൾ ഉപരി എന്ന് ചിന്തിക്കുന്ന മനുഷ്യ മനസ്സിന് സമുദ്രങ്ങൾ വെറും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വൈവിധ്യങ്ങളാൽ സമ്പന്നമായ സമുദ്രം അത്യാഗ്രഹം എന്ന മനുഷ്യ മുന്നേറ്റത്തിന് അകപ്പെടുമ്പോൾ അത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ അന്ത്യത്തിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. നിരവധി മുന്നറിയിപ്പുകൾ വന്നിട്ടും സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടും ഇന്നും മാലിന്യങ്ങളുടെ കലവറയായി നമ്മുടെ തീരപ്രദേശങ്ങൾ. എൻ്റെ പേര് സുഗതൻ എന്നാണ്. ഞാനിവിടെ എൻ്റെ കുടുംബമായിട്ടിപ്പോൾ ഇവിടെ നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ വന്നതാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പള്ളിയിൽ വന്നതിന് ശേഷം ഞാൻ ബീച്ചിലോട്ട് ഇറങ്ങി. പക്ഷേ ഇവിടെ വന്ന് കുടുംബമായിട്ട് വന്നൊരു 10 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചവറാണ്. ചവറുകളും ഈ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ജനങ്ങൾ ആണ് ഇത് നമ്മൾ വലിച്ചെറിയുന്നത് കടലിലേക്ക്. നമ്മൾ ഈ കടപ്പുറത്ത് വലിച്ചെറിയുന്ന വേസ്റ്റുകൾ ഈ ഭക്ഷ്യവസ്തുക്കളായിരുന്നാലും എന്തായിരുന്നാലും തിരികെ വരുമ്പോൾ അതൊരു വേസ്റ്റായിട്ട് ഇവിടെ കിടക്കുമ്പോൾ അത് വന്നിട്ട് ഈ കാണുന്ന നായ്ക്കൾ നമ്മളിപ്പം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നായ്ക്കൾ ശല്യമാണ്. ശരിക്കും കുട്ടികളെ കടിക്കുകയും ശരിക്കും ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഈ നമ്മൾ വേസ്റ്റുകൾ അടിഞ്ഞു കൂടുന്നതോടനുബന്ധിച്ച് ഈ പട്ടികളുടെ ശല്യം കൂടുന്നതും അതിനൊരു പ്രധാന കാരണമാണ്. ലോകം തന്നെ പരിസര മലിനീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവയെല്ലാം ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ ആവാസ വ്യവസ്ഥയെ, നമ്മുടെ ആവാസ വ്യവസ്ഥ, അതായത് മനുഷ്യനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിക്കാതെ, നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് മാത്രമായിട്ടൊരു ജീവിതവും ഇപ്പോൾ ഇല്ല. പുഴകളിൽ നിന്നുള്ള വേസ്റ്റ് ആയാലും ഈ കായലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ആയാലും എല്ലാം ചെന്ന് ചേരുന്നത് ഈ കടലിൻ്റെ അടിത്തട്ടിലോട്ടാണ്. കടലിൻ്റെ അടിത്തട്ടിലോട്ട് പോകുമ്പോൾ ഇത് ശരിക്കും മത്സ്യങ്ങൾ ഇത് വിഴുങ്ങുകയും പലതരത്തിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ട്. മത്സ്യങ്ങളുടെ വായിൽ പ്ലാസ്റ്റിക്, മത്സ്യങ്ങളുടെ വയറിൽ പ്ലാസ്റ്റിക് ചെന്നിട്ട് മത്സ്യങ്ങൾ മരിക്കുന്നു, ചത്തുപോകുന്നു. പിന്നെ ഇതെല്ലാം ഈ കടലിൻ്റെ മക്കളെന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളെ ഇത് വളരെയധികം ബാധിക്കുന്നു. ഒരു 3-4 വർഷത്തിന് മുന്നായിട്ട് കൊച്ചിയിൽ ഒരു തിമിംഗലം എന്ന് പറഞ്ഞാൽ, തിമിംഗലം എന്ന് വെച്ചാൽ കടലിലെ ഏറ്റവും വലിയ സാധനമാണ്. അതിനകത്ത് ഷിപ്പാടിനകത്ത് കയറിയപ്പോൾ അത് മാറ്റാൻ വേണ്ടിയൊന്നും പറ്റാതെ കിടന്നു, ചത്താണ് കിടന്നത്. അപ്പോൾ അത് വെട്ടി മാറ്റാൻ ഇപ്പം ടണ്ണ് കണക്കിൽ പ്ലാസ്റ്റിക് ഇതിനകത്തുണ്ട്. തിമിംഗലത്തിൻ്റെ അകത്ത് ഈ വയറ്റിനകത്ത് ടണ്ണ് കണക്കിൽ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തിരുവനന്തപുരത്ത് ഇപ്പം ഈ മുമ്പേ കിട്ടുന്ന ഒരുപാട് മീനുകൾ ഇപ്പം കിട്ടാറില്ല. ഈ ചെറിയ മീനായി ചാള എന്ന് പറയുന്ന മീൻ, മത്തിയെന്ന് പറയുന്നില്ലേ, അത് മുമ്പേ ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റുമായിരുന്നു.
ഇപ്പോഴും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കൂടി വന്നതുകൊണ്ട് ആ മീൻ ഇപ്പോൾ ഇവിടെ കാണുന്നേ ഇല്ല. അതേപോലെ ഒരുപാട് മീനുകൾ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് അതിൽ പിടിക്കത്തില്ല. അത് പിടിക്കാൻ വരുമ്പോഴത്തേക്കും ഇവിടെ മത്സ്യം കുറയാറുണ്ട്. പോഷക മലിനീകരണമാണ് ഇന്ന് കേരള തീരം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പോഷക വസ്തുക്കൾ, പ്രത്യേകിച്ചും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നുള്ള ഈ പോഷക വസ്തുക്കളൊക്കെ തന്നെ തീരക്കടലിലെത്തുന്നുണ്ട്. തീരസമുദ്രങ്ങൾ കുറച്ചും കൂടി പോഷക സമൃദ്ധമാകുന്നുണ്ട്. അത് വിഷാംശമുള്ള ആൽഗകളുടെ സാന്നിധ്യം കേരള തീരത്ത് കൂട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ് എന്നാണ് പറയുക. വിഷാംശമുള്ള ആൽഗകളുടെ സാന്നിധ്യം, ബ്ലൂംസ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനെ പലപ്പോഴും കടൽക്കറ എന്നും പറയാറുണ്ട്. അത് അത്തരത്തിലുള്ള മലിനീകാരകങ്ങൾ ഒരുപക്ഷെ മനുഷ്യരുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കേരള തീരത്ത് തന്നെ കുറച്ച് മനുഷ്യ മരണങ്ങൾ ഇത്തരത്തിലുള്ള ആൽഗകളിൽ നിന്നുള്ള വിഷം ഉള്ള കക്കയൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഭീഷണി ഉയർന്നത് തീർച്ചയായിട്ടും ഖരമാലിന്യങ്ങളാണ്. മറൈൻ ഡെബ്രി എന്ന് പറയുന്ന സമുദ്രത്തിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന ഖരമാലിന്യങ്ങളാണ്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഓഖിക്കൊക്കെ ശേഷം വളരെ വ്യാപകമായിട്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ തിരിച്ച് കരയിലേക്ക് വരാനും അത് പല ജലജീവികളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വളരുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കടലിലുള്ള പ്രത്യേകത, ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളായിട്ട് മാറുന്നു. അത് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയും. ഇത്തരം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ജീവികളുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുകയും ആഹാരവസ്തുക്കൾ വഴി മനുഷ്യരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും അധികം മലിനീകരണം ഈ അടുത്ത കാലത്ത് വരുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്നാണ് കടലിലെത്തുന്ന. അത് തീർച്ചയായിട്ടും അതിൻ്റെ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വരേണ്ടത് നമുക്ക് കരയിൽ നിന്നുള്ള മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ സമുദ്രങ്ങളിലേക്ക് ഇത്തരം മാലിന്യങ്ങൾ എത്താതെ നമ്മൾ എങ്ങനെ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നു എന്നുള്ളതും, എങ്ങനെ ഇത്തരം വസ്തുക്കൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ശുചിത്വ സാഗരം എന്ന് പറഞ്ഞ പദ്ധതി 2017 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് നമ്മുടെ ശക്തികുളങ്ങര ഹാർബറിൽ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ലക്ഷ്യം ഇത്രയും മാത്രമായിരുന്നു, കടലിൻ്റെ അടിത്തട്ടിൽ നിറഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മളുടെ തന്നെ സഹോദരങ്ങളും അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും കടലിൽ പോകുന്ന കൂട്ടത്തിൽ വല വീശി പിടിക്കുന്ന ആ വലയിൽ കുടുങ്ങുന്ന പ്ലാസ്റ്റിക്കുകൾ അവിടെ നീക്കം ചെയ്യുന്ന ലക്ഷ്യത്തോടെയാണ് അന്നത്തെ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി അമ്മ നമുക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് തുടങ്ങി തന്നത്. ഇതിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നീണ്ടകര മാലിന്യ സംസ്കരണ യൂണിറ്റിൽ എത്തിക്കുന്നു. തുണിത്തരങ്ങളും പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും അടങ്ങിയ മാലിന്യങ്ങളെ ശുചിത്വ കേരളം മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജീവനക്കാർ വിവിധ തരത്തിൽ വേർതിരിക്കുന്നു. ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവർ റീസൈക്കിൾ ചെയ്ത് മറ്റുള്ളത് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് മെഷീനിലിട്ട് പൊടിച്ചെടുക്കുന്നു. ഇവയെ പിന്നീട് റോഡ് പണിക്കും മറ്റും ഉപയോഗിക്കുന്നു.
ഇത്തരത്തിൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജീവനക്കാർ അനേകം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനമായും മത്സ്യത്തൊഴിലാളികളാണ്. എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ സഹോദരങ്ങൾ തന്നെയാണ് ഈ കടലിലോട്ട് പോകുന്നത്. അവര് കടലിനോട് മല്ലടിച്ച് തിരിച്ചു വരുമ്പോൾ അവർക്ക് ചിലപ്പം കിട്ടുന്നത് കുറച്ച് പ്ലാസ്റ്റിക് മാത്രമായിരിക്കും. ആ പ്ലാസ്റ്റിക്കിന്റെ കൂട്ടത്തിൽ തകരം കാണും, കൈ കീറിപ്പോകുന്ന, കൈ മുറിയുന്ന പല സാധനങ്ങൾ കാണും. അവര് കൊണ്ടുവന്ന് ഇത് തട്ടിയിട്ട് തിരിയുമ്പോൾ മിക്കപ്പോഴും അവർക്ക് പല പല അപകടങ്ങളും അതിൽ നിന്ന് സംഭവിക്കാറുണ്ട്. പക്ഷെ 1 രൂപ പോലും അവർക്ക് ഇതിൽ നിന്ന് പ്രതിഫലമായിട്ട് ലഭിക്കാറില്ല. അവർ ആ കൈയും വെച്ച് കെട്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളിൽ ബോട്ടിൽ പോലും പോയി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നിന്നിട്ടുണ്ട്. ഹലോ, എന്റെ പേര് ആയിഷ എന്നാണ്. ഞാനിവിടെ ഈ ബോൺ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സെന്റർ ഹെഡാണ്. കോവളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സീസൺ ആൻഡ് ഓഫ് സീസൺ ഉണ്ട്. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഒരുപാട് ഗാർബേജസും കാര്യങ്ങളും ഒക്കെ നമ്മള് കടലിന്റെ അടിയിൽ നിന്നായാലും ബീച്ചിൽ നിന്നായാലും എല്ലായിടത്തും നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. സോ ഇപ്പൊ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് അവരും ചില സമയത്ത് അവർ ഫിഷസിനെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവരവിടെ കാണുന്നത് ഈ ഫിഷസിന്റെ കൂടെ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഈ ഫിഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെയധികം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മളിവിടെ എവറി വീക്ക് നമ്മൾ അണ്ടർ വാട്ടർ ക്ലീനപ്പും കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് എവറി ടൈം അവർ ഡൈവിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ അവരൊരു പ്ലാസ്റ്റിക് കവർ ഒരു ഗാർബേജ് കളക്ട് ചെയ്യുന്ന കവർ അവർ വെച്ചിട്ട് അതിനകത്ത് ഫുൾ ആയിട്ട് നമ്മൾ വേസ്റ്റും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മളത് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് എക്കോഫിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നമ്മളത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടി പോകുന്നത് November 15 മുമ്പ് നമ്മളൊരു ബീച്ച് ക്ലീനപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എൻ്റെ പേര് അപർണ ആനന്ദ്. ഞങ്ങൾ വീഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു NGO റെപ്രസെൻ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് എല്ലാ മന്തും സെക്കൻഡ് സാറ്റർഡേ ഇവിടെ വേലി ബീച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്നത് വീണ്ടും ലിറ്ററായ ഒരു ബീച്ചാണ് ഞങ്ങൾ എപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ ഇതിലൊരു 3 മണി തൊട്ട് വൈകുന്നേരം 3 തൊട്ട് 6 വരെ ഞങ്ങൾ സാധാരണ ക്ലീനപ്പ് ചെയ്യാറ്. വേസ്റ്റായിട്ട് കാണുന്നത് ഈ തൊട്ടടുത്തുള്ള റെസിഡൻഷ്യൽ സെറ്റിൽമെൻറ്റ്സ് നിന്ന് വരുന്ന വേസ്റ്റ് തന്നെയാണ്. പിന്നെ വേലിയിറക്കം വരുന്ന സമയങ്ങളിൽ ഈ വേസ്റ്റ് മൊത്തം പോവും, പിന്നെ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും വലിയ ഒരു എന്താ പറയുക, ഒരു വ്യത്യാസമൊന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഇല്ല. വരുന്ന ആൾക്കാർക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ബിൻസ് ഇല്ല. അതുപോലെ ഇവിടെ ആക്കുളം ലേക്കിൽ നിന്ന് വരുന്ന വേസ്റ്റ്, ആ വേസ്റ്റ് ഇവിടെ പൊഴി മുറിയുമ്പോൾ യു ക്യാൻ സീ ദർ, ആ പൊഴി മുറിയുന്ന സമയത്ത് വരുന്ന ഈ അടിഞ്ഞടക്കുന്ന വേസ്റ്റ് എല്ലാം വീണ്ടും കടലിലോട്ടാണ് പോകുന്നത്. പക്ഷേ പിന്നെ കടൽ കയറുമ്പം സെയിം വേസ്റ്റ് എല്ലാം ഈ ബീച്ച് ഏരിയയിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. ബ്ലൂ ടാഗ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കാപ്പാട് ബീച്ചിന് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബീച്ചിനെ സസ്റ്റൈനബിൾ ആക്കി കൊണ്ടുവരിക, അവിടുത്തെ വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. അപ്പോൾ അതാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഈ സ്ട്രേ ഡോഗ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാറ്റണം. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നോക്കും, ബീച്ച് സേഫ് ആണോ എന്ന് നോക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഇൻ ഫ്യൂച്ചർ നമുക്കും കിട്ടുമായിരിക്കാം. മലിനീകരിക്കപ്പെടുന്ന സമുദ്രങ്ങൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ആശങ്കയാണ്. 2050 ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക്കുകൾ സമുദ്രത്തിലെ മത്സ്യങ്ങളെക്കാൾ കൂടുതലായിരിക്കും എന്ന് കരുതപ്പെടുന്നു. അത് വരും തലമുറയുടെ അതിജീവനത്തെയാണ് വെല്ലുവിളിക്കുന്നത്. കടൽ പിൻവാങ്ങിയതിനാൽ മാത്രം കരയായി തീർന്നുവെന്ന് ഐതിഹ്യമുള്ള നാടിനെ കടൽ സമ്മാനിച്ച കുറേ സമ്പത്തുണ്ട്. വയലാർ കുറിച്ചതുപോലെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങുന്ന ഈ മനോഹര തീരത്തെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്.